സിനിമയിലെ വയലൻസ് കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ചില നന്മ സിനിമകൾ കണ്ട് അതും ഇൻഫ്ലുവൻസ് ആവേണ്ടത്. അപ്പോൾ നടൻ ജഗദീഷ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നന്മ കണ്ടാൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെങ്കിൽ ഈ നാടെന്ന് നന്നായിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ, ഏറ്റവും കൂടുതൽ തിന്മയും അതേപോലെ തന്നെ മോശം കാര്യങ്ങളുമാണ് എല്ലാവരുടെ മനസ്സിലേക്കും കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുന്നത്. അത് പലതും 18+ ആയാലും അങ്ങനെയുള്ള സിനിമ കണ്ടിട്ട് അതിലുള്ള സീൻസ് കണ്ടിട്ട് അതുപോലെ അനുകരിക്കുന്നവരുണ്ട്, അതുപോലെ ആവുന്നവരുണ്ട്, അതുപോലെ നശിക്കുന്നവരുമുണ്ട്. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ കൂടുതലാണല്ലേ. മാർക്കോ പോലെയുള്ള സിനിമ എന്ന് പറഞ്ഞാൽ മാർക്കോ പോലെയുള്ളത് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചിലരൊക്കെ അനുകരിക്കുന്നുണ്ട്. പിന്നെ അതിന് ഈ 2 ദിവസം മുന്നേ നടന്ന താമരശ്ശേരിയിലെ കൊലപാതകം എന്ന് പറഞ്ഞാൽ നഞ്ചക്ക് കൊണ്ടാണ്, ഈ കരാട്ടെ ആ ഒരു ഇതിന് യൂസ് ചെയ്യുന്ന ആ ഒരു മാർഷ്യൽ ആർട്സിൻ്റെ ഒരു സാധനമാണ് ഈ നഞ്ചക്ക്. ഈ നഞ്ചക്ക് മുന്നേ ഒരു സിനിമയിൽ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, 2 കൊല്ലം മുന്നേ ഇറങ്ങിയ ഒരു RDX എന്ന് പറഞ്ഞ ഒരു പൊട്ടപ്പടത്തിൽ കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആ പടം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒന്നും കാണാനൊന്നും ഇതാക്കാനൊന്നുമില്ല. 3 പേരും 3 നായകന്മാർ നല്ലപോലെ ഇടികൊള്ളുന്നുണ്ട് എന്നുള്ള ആ ഒരു പടം മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ അതാർക്കും അത്ര ഒരു നല്ല മെസ്സേജും കാര്യങ്ങളൊന്നും തന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അകത്തും വളരെയേറെ ഇതേപോലെ നല്ല പോലെ വയലൻസുകൾ ഉണ്ട്, നല്ല പോലെ തല്ലുകൊള്ളുന്നില്ല ഇതിൽ. അപ്പോൾ ഈ മാർക്കോൻ്റെ ഇതിൽ പറയാമെന്ന് വെച്ചാൽ ഞാൻ ആ പടം കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ആ കാണാനുള്ള പവറൊന്നും എനിക്കില്ല. കാരണം ഇത്രയും ഇതായിട്ട് ചോര കൊണ്ടുള്ള പരിപാടി എന്താ പറയണ്ടേ, 18 വയസ്സിന് മുകളിലവർക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഈ OTT ഇറങ്ങുമ്പം ഏകദേശം 18 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് മാത്രമാണ് ഇത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള പടം ഇറക്കുമ്പോൾ ആലോചിക്കണം. അതിനെ അനുകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. CID മൂസ ഇറങ്ങിയ സമയത്തും ഇതേപോലെയുള്ള കുട്ടികൾ അനുകരിച്ചിട്ടുണ്ട്. അന്നെല്ലാം ഞാനെല്ലാം ചെറുതാണ്. അപ്പോൾ കുട്ടികൾ ഇതേപോലെ കുടയെടുത്തിട്ട് താഴേക്കെല്ലാം ചാടിയിട്ടൊക്കെ ഉണ്ട്. പണ്ടത്തെ ഒരു ന്യൂസിൽ 2004, 3, 4 സമയത്തൊക്കെ ഭയങ്കര ഹരം കയറിയിട്ടുണ്ട് CID മൂസയൊക്കെ കണ്ടിട്ട്. അപ്പോൾ സിനിമകൾ പലതും എല്ലാവരും അനുകരിക്കുന്നുണ്ട്. നന്മയായാലും നന്മ കണ്ടിട്ട് അനുകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം റെക്കോർഡ് കൊടുക്കണം എന്ന് പറയണ്ടേ, ഒരു ഓസ്കാർ കൊടുക്കേണ്ട ഒരു ഇത്. തിന്മയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവർ അടിച്ചിറക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്നാണ്, ഈ സിനിമ ഇറക്കുന്നവർക്ക് നല്ലപോലെ ലാഭം കിട്ടും, കണ്ടിരിക്കുന്ന നമ്മൾ നല്ലപോലെ മോശമാവുകയും ചെയ്യും. അതിപ്പോൾ സീരിയലായാലും സീരിയൽ കുടുംബത്ത് കയറിയിട്ട് പണിയുന്ന ഒരു കാര്യം. സിനിമ എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് മൊത്തത്തിൽ ആൾക്കാർ നശിക്കുന്നൊരവസ്ഥ.